ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇഷാൻ ഇമ്രാൻ ബ്ലോഗ്. ഞാൻ മലേഷ്യയിൽ തന്നെയല്ല ഉള്ളത്. ഒന്ന് ടൗണിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ടാക്സി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ടാക്സിനെ വെയിറ്റ് ചെയ്യാണ്. ഇത് രണ്ടാമത്തെ ദിവസമാണ്. നല്ല രാവിലെ വന്നു, എവിടെയും പോയില്ല, കിടന്നുറങ്ങി. കാരണം മിനിയാന്ന് ഒരുപാട് ഉറക്കൊഴിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 12:30 ഇവിടുത്തെ. ടൗണിൽ പോയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ടാക്സിനെ വെയിറ്റ് ചെയ്യുന്നു. ടാക്സി എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വ്യൂവേഴ്സ് കുറച്ച് കുറവാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വ്യൂവേഴ്സ് കിട്ടുള്ളൂ. നിങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾ നോക്കിയാലേ നമുക്കൊരു ആകാംക്ഷയും കിട്ടുകയുള്ളൂ. കാരണം ഇനിയും വീഡിയോ ഇടണം എന്നുള്ളത്. കാരണം നോക്കാതെ നമ്മൾ വ്യൂവേഴ്സ് ഇല്ലാതെ നമ്മൾ വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുറത്ത് പോയിട്ടുള്ള വീഡിയോ ഇടാമെന്ന് കരുതിയത്. കാരണം ഒരു സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും കാണുക. മലേഷ്യ ഒരുപാട് ആൾക്കാർ കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. ഞാനിപ്പോൾ താമസിക്കുന്നതെന്ന് വെച്ചാൽ റൂമിൻ്റെ എയർപോർട്ടിൻ്റെ ഏകദേശം ഒരു 7 കിലോമീറ്റർ ഇപ്പുറത്താണ് താമസിക്കുന്നുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഏകദേശം കാണിച്ചിരുന്നു അവിടെ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ റൂം എടുക്കാൻ കാരണം ഇവിടെ തമിഴ്നാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തമിഴ്നാട്ടിലെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കൂടുതലും പുറത്തുനിന്ന് സ്റ്റേ ചെയ്താൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവിടെ കൂടുതലും ഫിഷിൻ്റെ ഐറ്റംസാണ്. കാരണം ഈ വേവാത്ത മാതിരി, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇവിടെ റൂം എടുത്താണ്. ഇവിടെ നല്ല ഇന്ത്യൻ ഫുഡ് എന്ത് വേണമെങ്കിലും കിട്ടും. മസാല ദോശ, ഇഡ്ഡലി, ഇങ്ങനെയുള്ള പല ഐറ്റംസ് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പം ടാക്സി ഏകദേശം ടൈമായി. എന്നെ 1 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, കാണാം. ടാക്സി വന്നു കേട്ടോ. ഇതാണ് നമുക്ക് പോകേണ്ട ടാക്സി. അങ്ങനെ നമ്മളെ ടാക്സി വന്നു. ഇതാണ് ടാക്സി ഡ്രൈവർ. യുവർ ഗുഡ് നെയിം പ്ലീസ്? Okay, my name is Mr. Herman. Mr. Herman. Yes. Okay, are you good today? Yeah, good. Okay. He's Have a nice day. yeah, thank you. He's our pilot today. Okay. നമ്മളെ ടിൻ ടവറിലേക്ക് പോവാണ്. നോക്കാം അവിടെ എങ്ങനെയാന്നുള്ളത്. Taste, Indian taste, Chinese taste, food. Yeah. ടാക്സി ഡ്രൈവറെ ഞാൻ ഒരുപാട് നല്ലതായിട്ട് പൊക്കി പറഞ്ഞുകൊണ്ട് ആള് ഭയങ്കര ഹാപ്പിയിൽ ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ റോഡ് കാണിക്കാൻ കാരണം കാണാത്ത ആൾക്കാർ റോഡ് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇവിടുത്തെ ചില ആൾക്കാർക്ക് അത് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഇങ്ങനെ റണ്ണിങ് വീഡിയോയിൽ ഇടുന്നത്. തായ്ലൻഡ് നല്ല അടിപൊളി നല്ല സ്ഥലമാണ് കാണാൻ. നല്ല ഗ്രീനറിയാണ്. റോഡെല്ലാം ഏകദേശം നമ്മളെ ദുബൈനെ കണക്കെ തന്നെ. സത്യം നിങ്ങൾ വീഡിയോ കാണുന്ന ആൾ പറയും ഡ്രൈവർ തന്നെ പോലെ തന്നെ. പൈലറ്റ് എന്നോട് പറയുന്നത് ഇംഗ്ലീഷ് അറിയുന്നില്ല എന്നല്ലേ? യു ടെൽ നോ ഇംഗ്ലീഷ് ലിറ്റിൽ. ഇയാള് കോലാലംപൂരാണ്. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതൽ സൊല്ലടാ.
Online taxi at Kuala Lumpur. Service for 24 hours. 24 hours, no sleeping. If I tired, I rest. Yeah, of course. Of course, you need to rest. Every time you have to not driving too much. Okay. Last night I take rest. Good. Good, good. Okay. Today morning 8 o'clock I start. എനിക്കും കൂടുതൽ ഇംഗ്ലീഷ് അറിയില്ല, ഡ്രൈവറിനും കൂടുതൽ ഇംഗ്ലീഷ് അറിയില്ല. I don't know also too much English, you don't know also too much English. No? Better. Yeah. Little. Little okay. Little okay. Okay. Too much English, problem. Must to go high school. Yeah, of course. This is tall. Okay. Tall. 350. And new design. Okay, jadi Yeah. for Asian, the big tournament, Asian Cup, Suzuki, NCR. Yeah. ആ ദൂരെ കാണുന്ന സൂചി മന പോലുള്ള ബിൽഡിംഗ് ആണ് പുതിയതായി പണിയുന്ന മെർദേക്ക എന്ന പേരുള്ള 118 ടോളസ്റ്റ് ബിൽഡിംഗ് ആണത്. ഈ യാത്രയിൽ ആ സൈൻ ബോർഡിൽ കണ്ടാണ് റസാക്ക് എന്ന് പറഞ്ഞതിൻ്റെ പേര് എൻ്റെ ഫാദറിൻ്റെ പേരാണ്. ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ ഞാനിതാ വീണ്ടും ആ ബോർഡ് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. കണ്ടോ റസാക്ക്? എന്താ റസാക്ക് എന്ന് എഴുതി കാണാം അവിടെ. ഇവിടെ കണ്ടതിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നല്ല ചൂടുണ്ട്, കൂളിങ്ങിന് ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല. ഇവിടെ എല്ലാ വണ്ടിക്കും കൂളിംഗ് ഉണ്ട്, ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ നാട്ടിലും ചൂട്, കാരണം ചൂടത്ത് സഹിക്കാൻ പറ്റുന്നില്ല വണ്ടിയിൽ ഇരുന്നിട്ടാകുമ്പോൾ. ഇവിടെ നോക്കി ഒരു പ്രശ്നമില്ല. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. എല്ലാ വണ്ടിയും കൂളിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ കുറച്ചെങ്കിലും അനുവദിക്കണമായിരുന്നു ഒരു 30% ഒരു കൂളിംഗ്, അല്ലെങ്കിൽ 50 വേണമെന്നില്ല, ഒരു 30% എങ്കിലും കൂളിംഗ് അനുവദിക്കണം. ഇത് നമ്മളെ നാട്ടിൽ ജസ്റ്റ് കൂളിംഗ് ചെയ്തിട്ട് പുറത്ത് പോകാൻ നമുക്ക് ഫൈൻ. അങ്ങനെ അവസാനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ എൻ്റെ അടുത്ത് തന്നെ ഇതാ ട്വിൻ ടവർ കണ്ടില്ലേ? ഒറ്റക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ സെൽഫി വീഡിയോ അങ്ങനെ കിട്ടൂല. കാരണം നിങ്ങൾക്കറിയാലോ, ഫോട്ടോ എടുക്കാൻ ആൾ കൂടെ വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കിയാൽ അടുത്ത ട്രിപ്പിന് കൂടെ ഒരാളുണ്ടാവും. വൈഫിനും നല്ല ഇഷ്ടമാണ് ട്രാവൽ. കാരണം രണ്ടാളാകുമ്പോൾ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പിന്നെ അടുത്ത ട്രിപ്പ് ആകുന്ന സമയത്ത് അടുത്ത ആളെ കൂട്ടാൻ കുഴപ്പമില്ല. ഓക്കെ. ഇവിടെ എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഇവിടെ മൊത്തം ആൾക്കാർ. നല്ല ആൾക്കാരുണ്ട് കേട്ടോ, എന്ന മാതിരല്ല. വീഡിയോ നോക്കാൻ വേണ്ടി അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. നല്ല മരത്തിന് നല്ല തണലാണ് കണ്ടോ, ഫുള്ള് ഗ്രീനറി. ഇതാണ് മലേഷ്യയിലെ കോലാലംപൂരിലെ പെട്രോണാസ് ട്വിൻ ടവർ.
88 നിലകളാണ് 2 സൈഡിലായിട്ടുള്ളത്. അതിന് നടുക്ക് കാണുന്ന നടപ്പാതയാണ് 41, 42 ഫ്ലോറിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല പബ്ലിക് ഉണ്ട് ഇവിടെ. ട്വിൻ ടവർ ഇങ്ങനെ കാണുമ്പോൾ ആകാശത്ത് സൂചിമോനം ബന്ധിപ്പിച്ചതുപോലെ കാണുമ്പോൾ തോന്നുന്നുള്ളത്. നല്ല അടിപൊളി പ്ലേസ് ആണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യുന്നവർ നല്ലതായിരിക്കും. കാരണം അത്രയ്ക്കും നല്ലൊരു ഇതാ കണ്ടോ, സൂപ്പർ പ്ലേസ് ആണിത് ട്വിൻ ടവർ. ഓക്കെ, വെരി നൈസ്. അങ്ങനെ എന്തോ ഒരു എന്താണ് ഒരു പേര്, നല്ല തണുപ്പ് കാറ്റ്. കാരണം ജനങ്ങൾ ഒരുപാടുണ്ട്. എത്ര ജനങ്ങൾ, കാരണം ഏകദേശം ടൈം 2 മണിയായി. 2 മണിയായിട്ട് ഇത്ര ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് ഇത്ര ജനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ നോക്ക്, കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ രാത്രി വൈകുന്നേരം എല്ലാം നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ വേണ്ടി. വൈകുന്നേരം ആകുമ്പോൾ എന്ത് ജനങ്ങളായിരിക്കും, നല്ല ആൾക്കാരുണ്ട്. ഇങ്ങനെ കണ്ടില്ലതാ ഈ ടവറിൻ്റെ അടുത്ത് നിങ്ങൾ നോക്കി എത്ര ആൾക്കാരുണ്ടെന്നുള്ളത്. ഒരുപാട് ആൾക്കാർ ഈ ടവറിൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ. ഞാനിതാ ഇപ്പോൾ കറക്റ്റ് ആ ടവറിൻ്റെ അടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കറക്റ്റ് ഇവിടുന്ന് ഒരു പോസ്റ്റും കൂടി കാണാം. നമുക്ക് അധികം നിങ്ങൾക്ക് ഇത് കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. നോക്ക്, ടവറിൻ്റെ ഇതാ ഇത്രയുണ്ട്. അപ്പം അധികം പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല, ചൂട് തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ടവറിൻ്റെ അടുത്ത് നിന്ന് അടുത്ത ടവറിൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു വരും. ഒരു 6 മണിക്ക് ശേഷം ഞാനിവിടെ വീണ്ടും വരും. കാരണം ഇതിൻ്റെ ലൈറ്റെല്ലാം ഇവർ ഓണാക്കൽ 6 മണിക്ക് ശേഷമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്വർണ്ണത്തിൽ കുളിച്ചതുപോലെ ഉണ്ടാവും ഈ ബിൽഡിങ്. അപ്പോൾ ഏതായിട്ടും അടുത്ത ടവറിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. ഇതാണ് മർദേക്ക 118, കോലാലംപൂർ ഏറ്റവും നീളം കൂടിയ 678.9 മീറ്റർ 2227 അടിയുള്ള ബിൽഡിങ്ങാണ് കേട്ടോ കാണുന്നത്. ആ കാണുന്ന ടവറാണ് മെനാർ കോലാലംപൂർ. അങ്ങനെ വീണ്ടും ഞാൻ 6 മണിക്ക് ശേഷം പെട്രോണാസ് ടവറിൻ്റെ അടുത്തെത്തി. നമ്മളൊരു ഇരുമ്പ് തടി തീയിൽ കൂടുതൽ വെച്ച് എങ്ങനെ ചുട്ട് പൊള്ളുന്ന അതേ രീതിയിൽ തന്നെയാണ് പെട്രോണാസ് ടവറും ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളത്. കാരണം ഈ ബിൽഡിങ്ങിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ രാത്രി തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല സൂപ്പർ കളറായിട്ടാണ് കാണുന്നുള്ളത്. അടുത്തെത്തിയപ്പോൾ ഇരുമ്പ് തടിക്ക് നല്ല ചൂട് പറ്റിയ പോലെ ഉണ്ട് കാണുമ്പോൾ കേട്ടോ. ഇതാണ് നേരത്തെ പറഞ്ഞ മെനാർ കോലാലംപൂർ. 421 മീറ്റർ നീളം 1351 അടിയും ഉള്ള റെസ്റ്റോറൻറ്റ്, മേലെ ഒരു റെസ്റ്റോറൻറ്റും കാണാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ഇൻഷാ അല്ലാ. ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്.